ഇന്നത്തെ നമ്മൾ സെമിനാറിനെ പറ്റി സംസാരിക്കുന്നത് പൊള്ളുന്ന ഇന്ധന വിലയിൽ പരിഹാരം, ഇലക്ട്രിക് ഓട്ടോയും ഉപജീവന മാർഗങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഇലക്ട്രിക് ഓട്ടോറിക്ഷനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യനെയർ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ഇവിടെ ഒരു ആൻസർ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇതിൽ 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഇതിനപ്പുറം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാവുന്നതാണ്. ഹൈക്കോണെ സംബന്ധിച്ച് 30 വർഷം മുന്നാണ് ഹൈക്കോൺ തുടങ്ങിയിട്ടുള്ളത്. 5 എംപ്ലോയീസിൽ നിന്ന് ഇന്ന് 450 പരം എംപ്ലോയീസ് ഇന്ന് ഹൈക്കോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈക്കോണാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻവെർട്ടർ കമ്പനിയായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൈക്കോൺ ടെക്നോളജി പ്രൊഡക്ട്സിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പല പ്രൊഡക്റ്റുകളും ആദ്യമായി തന്നെ മാർക്കറ്റിൽ എത്തിക്കാൻ അവസരം ഹൈക്കോണുണ്ടായി. അതല്ലെങ്കിൽ ഈ ടെക്നോളജി പ്രൊഡക്റ്റിൽ പോലെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇലക്ട്രിക് ഓട്ടോ എന്ന ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ വളരെ കുറച്ച് കമ്പനികൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിനൊരു അവസരം ഹൈക്കോൺ കിട്ടിയിട്ടുണ്ട്. ഇതിലെ വലിയൊരു പ്രധാനം എന്തുകൊണ്ടാണ് ഹൈക്കോൺ ഇലക്ട്രിക് ഓട്ടോയിലേക്ക് കാലുവെക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, 3 വർഷം മുന്നേ ഇലക്ട്രിക് വെഹിക്കിളിനുള്ള ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി മാനുഫാക്ചറിങ് ഹൈക്കോൺ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഫോർവേഡ് ഇൻ്റഗ്രേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പായി. കാരണം ഒരു ഓട്ടോയിൽ 40% വില വരുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മാനുഫാക്ചറിന് എന്തുകൊണ്ട് ബാറ്ററി സപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ഹൈക്കോണും ഓട്ടോ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിക്കൂടെ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം. ഇവിടെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ ഈ സെമിനാറിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇപ്പോഴത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു കുടുംബം പുലർത്താനുള്ള വരുമാനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. രണ്ടാമത്, ഇത് ഒരു ഉപജീവനം ആക്കിയാൽ എത്ര വരുമാനം ലഭിക്കും? സാധാരണ എന്തെല്ലാം ചെലവുകളാണ് ഒരു ഓട്ടോയ്ക്ക് വരുന്നത്? 5 വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ടുള്ള ലാഭം എത്ര? ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? ഇലക്ട്രിക് ഓട്ടോ ഒരു ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും? അതേപോലെ തന്നെ ചെലവ് ചുരുക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യുവാൻ എത്ര സമയം എടുക്കും? ഒരു ദിവസം ഓടുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഡീസൽ ഓട്ടോ ഡ്രൈവർമാർക്ക് ക്ഷീണം കൂടുതൽ ഉണ്ടാകുന്നത്? ഓട്ടം കൂടുതൽ കിട്ടാൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? ഇലക്ട്രിക് ഓട്ടോയിൽ മൈലേജ് കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ വാറണ്ടി എത്രയാണ്? ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഡീസൽ ഓട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം മെയിൻ്റനൻസ് ആണ് വേണ്ടിവരുന്നത്? കേരള സംസ്ഥാന ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രകാരം ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഗവൺമെന്റ് നൽകുന്നത്? ഇലക്ട്രിക് ഓട്ടോറിക്ഷയെക്കുറിച്ച് സാധാരണ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ഉള്ളത്? ഇതിനെല്ലാം ഉത്തരങ്ങൾ ഞാൻ 100ഓളം ഓട്ടോ ഡ്രൈവർമാരുമായി ഇന്ററാക്ട് ചെയ്ത് പലരും എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ഡ്രൈവർ എന്നെ പഠിപ്പിച്ചു തന്ന പല ഉത്തരങ്ങൾക്കും എനിക്ക് പറഞ്ഞു തന്ന എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹൈക്കോണിന്റെ ഈ ഇലക്ട്രിക് ഓട്ടോയുടെ മോഡലാണിത്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതാണ്. ഹൈക്കോണിന്റെ ഓട്ടോയിലെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒന്ന്, നമുക്ക് 200 കിലോമീറ്ററോളം ഒരു ഫുൾ ചാർജിൽ യാത്ര ചെയ്യാൻ പറ്റും. AC ഓൺബോർഡ് ചാർജറും ഉണ്ട്. ഇതിനെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ, ശക്തിയുള്ള ഒരു മോട്ടറാണ്. സ്വന്തം ബ്രാൻഡിലെ ലിഥിയം അയോൺ ബാറ്ററി, ഹൈക്കോണിന്റെ ബാറ്ററി തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 40 മാസം വാറണ്ടി ഉണ്ട്. അതല്ലെങ്കിൽ 85,000 കിലോമീറ്ററിനാണ് വാറണ്ടി. അത് 5 വർഷമായാലും 6 വർഷമായാലും 85,000 കിലോമീറ്റർ വരെ അതിന് വാറണ്ടി കൊടുക്കുന്നതാണ്. ഏതാണ് ആദ്യം ആവുന്നത് അതാണ് എടുക്കുക വാറണ്ടിക്ക് വേണ്ടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇപ്പോഴത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഒരു കുടുംബം പുലർത്താനുള്ള വരുമാനം ലഭിക്കുമോ
തീർച്ചയായും നമുക്കെല്ലാം അറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി അധികം ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നഷ്ടപ്പെട്ട ജോലിക്കാരെല്ലാം വേറെ ജോലി തപ്പി നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, ഓരോ ദിവസവും ഇന്ധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓട്ടോ ഡ്രൈവറെയും അവരുടെ വരുമാനത്തിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായാലും ഈ ഇലക്ട്രിക് ഓട്ടോയുടെ കടന്നുവരവ് ഇത് ഒരു ആദായകരമായ ജീവിതോപാധിയാക്കാനുള്ള ഒരു അവസരം കൂടി തുറന്നു തരുകയാണ്. തീർച്ചയായിട്ടും അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് നോക്കാവുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക് ഓട്ടോ. ഇത് ഒരു ഉപജീവനം ആക്കിയാൽ എത്ര വരുമാനം ലഭിക്കും? സാധാരണ നിലയ്ക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ ഒരു ദിവസം ശരാശരി 100 കിലോമീറ്റർ ആണ് ഓടുന്നത്. പലർക്കും അത് 75 കിലോമീറ്റർ തുടങ്ങി 150 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ ജനറൽ എടുക്കാന്ന് വെച്ചാൽ ഒരു 80% ഓട്ടോക്കാരും ഓടുന്നത് 100 അല്ലെങ്കിൽ 110 കിലോമീറ്റർ ഇടയിലാണ്. അതുകൊണ്ടാണ് നമ്മളതൊരു ബെഞ്ച് മാർക്കായിട്ട് 100 കിലോമീറ്റർ എടുക്കാൻ കാരണം. അങ്ങനെ 100 കിലോമീറ്റർ ഒരു ദിവസം ഓടുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് സാധാരണ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത നിരക്ക് വെച്ച് കളക്ട് ചെയ്യുക തന്നെയാണെങ്കിൽ 12 രൂപയാണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള കണക്ക്. അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു 1200 രൂപ മുതൽ 1500 രൂപ വരെ ലഭിക്കും. ഈ വേരിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 1.5 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് 25 രൂപ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കാം. അത് അപ്പൊ നമ്മൾ കൂടുതൽ ട്രിപ്പുകളാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും 1500 വരെ നമുക്ക് ലഭിക്കാൻ പറ്റും. അപ്പൊ അത് ഏകദേശം ഇത്രയും നമുക്ക് ദിവസം കൂലി കിട്ടുകയാണെങ്കിൽ അത് ഏകദേശം 30,000 മുതൽ 37,500 രൂപ വരെ ഒരു മാസം നമുക്ക് വരുമാനം ഈ ഓട്ടോ ഓടിച്ചാൽ കിട്ടും. സാധാരണ എന്തെല്ലാം ചെലവുകളാണ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത്? നമ്മളിത് കണക്കാക്കുന്നത് പ്രതിദിനം 100 കിലോമീറ്റർ ഒരു മാസം 2,500 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ്. നമുക്കറിയാം ഒരു ഡീസൽ ഓട്ടോയ്ക്ക് അതിന്റെ മെയിൻ ചെലവ് എന്ന് പറയുന്നത് അതിന്റെ ഡീസലാണ്. അപ്പോൾ ഒരു ഡീസൽ ഓട്ടോയുടെ കണക്കെടുക്കാൻ വെച്ചാൽ 1 കിലോമീറ്റർ ഓടാനായിട്ട് ഒരു 2 രൂപ 50 പൈസ ചെലവ് നമുക്ക് സാധാരണ വരുന്നുണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക്. ആ നേരം നമ്മൾ രണ്ടിതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ഡീസൽ ഓട്ടോയും ഒന്ന് ഇലക്ട്രിക് ഓട്ടോയും. ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടാനുള്ള വൈദ്യുതിയുടെ ചെലവ് അത് ചാർജ് ചെയ്യാനുള്ള ഒരു 40 പൈസയാണ്. അതേപോലെ തന്നെ അടുത്താണ് മെയിൻ്റനൻസ്. നമുക്കറിയാം ഒരു ഡീസൽ ഓട്ടോ 2 വർഷം 3 വർഷം ഓരോ സർവീസിനും ഒരു നല്ലൊരു ചെലവ് വരും. കാരണം അതിൻ്റെ ഫിൽറ്റർ മാറ്റണം, ഓയിൽ മാറ്റണം, അതേപോലെ എൻജിൻ പണി വരും ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കണക്കാക്കി കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് 60 പൈസ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ആ മെയിൻ്റനൻസ് 10 പൈസയെ താഴെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആകെ ചെലവ് 1 കിലോമീറ്റർ ഓടുവാൻ വേണ്ടിയിട്ട് നമുക്ക് 3 രൂപ 10 പൈസ ഡീസൽ ഓട്ടോയ്ക്ക് വരുമ്പോൾ അതിന് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വരുന്നത് 50 പൈസ മാത്രമാണ്. അങ്ങനെ കണക്കാക്കിയാൽ ഒരു മാസം ചെലവ് വരുന്നത് 9,180 രൂപയാണ് ഒരു ഡീസൽ ഓട്ടോയ്ക്ക്. ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ആ സമയം 1,500 താഴെ വരുള്ളൂ. ഞാൻ ഡ്രൈവർമാരോടെല്ലാം സംസാരിക്കുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് പലരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരികയാണ്, കഴിക്കാറുണ്ട്, അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ഒത്തിരി ഡ്രൈവർമാർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഒരു ചെലവ് ആവറേജ് 200 രൂപ കണക്കാക്കിയാൽ ഒരു മാസം 4,500 രൂപയാണ് ഒരു മറ്റു ചെലവുകൾക്കായി ഒരു ഡ്രൈവറിന് വരുന്നത്. അത് ഇലക്ട്രിക് ആയാലും ഡീസൽ ആയാലും ശരിയാണ്, സെയിം ആയിരിക്കും. അപ്പം മൊത്തം ചെലവ് ഒരു മാസം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13,680 രൂപ വരുന്നിടത്ത് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അത് 6,000 രൂപയാണ് വരികയുള്ളൂ. ഇതാണ് നമുക്ക് ഒരു മാസം നോക്കി കഴിഞ്ഞാൽ ഈ ചെലവ് കഴിച്ച് നമുക്ക് വരുമാനത്തിൽ നിന്ന് ഈ ചെലവ് പോയി കഴിഞ്ഞാൽ ഒരു ഡീസൽ വണ്ടിയാണ് ഉപയോഗിക്കണമെങ്കിൽ 22,320 രൂപയും, അതല്ല ഒരു ഇലക്ട്രിക് ഓട്ടോയാണ് ഈ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ 31,000 രൂപയും നമുക്ക് ചെലവ് കഴിഞ്ഞ് കയ്യിൽ കിട്ടും. ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഇതിന്റെ ഒരു വലിയൊരു അഡീഷണൽ ഇൻകം കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, 5 വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ കൊണ്ട് എത്ര ലാഭം കിട്ടും? നമ്മളിപ്പോൾ നമുക്കൊരു മാസം വരുമാനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ വരുമാനത്തിൽ നിന്ന് നമുക്ക് 5 വർഷം കൊണ്ട് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മാസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം ഓടുകയാണെങ്കിൽ 22,920 രൂപയാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഒരു കൊല്ലം ഓടാണെങ്കിൽ 2,60,60,000. 5 കൊല്ലം കൊണ്ട് അത്
1,39,000 രൂപ. ഇതിൽ നമ്മൾ EMI ഒന്നും കണക്കാക്കിയിട്ടില്ല, നമ്മൾ ചെലവും വരുമാനം മാത്രം കണക്കാക്കിയിട്ടുള്ള ഒരു ഫിഗറാണ്. ആ സമയം ഒരു ഇലക്ട്രിക് ഓട്ടോയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കൊല്ലം കൊണ്ട് 18,60,60,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം, ഒരു ഡീസൽ ഓട്ടോ ഓടിക്കുന്നു ഞാൻ, 5 കൊല്ലം കൊണ്ട് എത്ര കിട്ടുന്നു, അതിന് പകരം ഞാൻ ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ലാഭം എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷം കൊണ്ട് കിട്ടാവുന്ന ഒരു ലാഭം 5,20,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഓട്ടോ ഇനിയുള്ളൊരു കാലഘട്ടത്തിലേക്ക് മാറാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, കാരണം നമ്മുടെ പുതിയ പോളിസികളെല്ലാം വന്നിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ വണ്ടികൾ നമ്മൾ സ്ക്രാപ്പ് ആക്കണം എന്നുള്ള ഗവൺമെന്റ് പോളിസി, അത് കേരള ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി 10 വർഷം കഴിഞ്ഞ ഓട്ടോ ഡ്രൈവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം കഴിയും തോറും അതിന്റെ വാല്യൂ ഇല്ലാതെയാവുകയാണ്. ഈ സമയത്ത് നിങ്ങളൊരു പഴയ ഇലക്ട്രിക് ഓട്ടോ അല്ലെ ഒരു ഓട്ടോ വിറ്റ് അതിന്റെ എമൗണ്ട് കൊണ്ട് നമുക്കൊരു ലോൺ എടുത്തൊരു പുതിയ ഓട്ടോ വാങ്ങിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ലാഭം കിട്ടാൻ ഒരു അവസരം ഒരുക്കുകയാണ് ഈ ഇലക്ട്രിക് ഓട്ടോ വരുന്നതോടുകൂടി. ഇങ്ങനെ ഓടാനായിട്ട് ഒരു ശരാശരി ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും? പൊതുവെ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ എന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് പലരും കാലത്ത് 8 മണി തുടങ്ങി വൈകിട്ട് 8 മണി വരെയാണ് ഓടിക്കുന്നത്. അതിൽ വ്യത്യാസമുണ്ട്, ചിലർ 8 മണിക്കൂർ ഓടിക്കാറുണ്ട്. അതെല്ലാം അവർ ഒരു ആവറേജ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10 തുടങ്ങിയിട്ട് 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ ചായ കുടിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയം നീക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടാവുന്ന ഒരു മാർഗം തന്നെയാണ് ഇലക്ട്രിക് ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോ തൊഴിൽ. ഇലക്ട്രിക് ഓട്ടോ ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും? ഇലക്ട്രിക് ഓട്ടോയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് എത്ര കിലോമീറ്റർ ഓടാ എന്നുള്ളത് തീരുമാനം എടുക്കുന്നത്. കാരണം പല ഇലക്ട്രിക് ഓട്ടോകളും പലതരം കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് വരുന്നത്. പക്ഷെ ഹൈക്കോൺ ഇലക്ട്രിക് ഓട്ടോയിൽ 9.2 കിലോവാട്ട് ശേഷിയുള്ള ലിഥിയം അയോൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാവധി ദൂരം 200 കിലോമീറ്റർ ശേഷിയുണ്ട് അതിന് പോകാനായിട്ട്. പക്ഷെ ഈ 200 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻസിലാണ്. നിരപ്പായ റോഡിൽ ഒരു ഡ്രൈവർ ഒരു പാസഞ്ചർ 30-32 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ആണ് കിട്ടുക. ഇതല്ല പലപ്പോഴും നമുക്ക് ഉണ്ടാവാറ്. കാരണം ചിലപ്പോൾ 3 പാസഞ്ചറാണ്, ചിലപ്പോൾ ലോഡ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ കയറ്റം കയറേണ്ടി വരും. ഹൈ റേഞ്ചിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ മാത്രം ഓടുകയാണെങ്കിൽ ഫുൾ കപ്പാസിറ്റി വെച്ച് ഓടുകയാണെങ്കിൽ ഒരു 130-180 കിലോമീറ്റർ വരെ അതിനുള്ളിലാണ് സാധാരണ നമുക്ക് ഈ ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കിട്ടുക. മറ്റുള്ള ഓട്ടോയ്ക്ക് 100 തുടങ്ങിയിട്ട് 130 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ കിട്ടുന്ന ഓട്ടോകളും ഇറങ്ങുന്നുണ്ട്. ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇത് പലരും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത് എവിടെ ചാർജ് ചെയ്യാൻ പറ്റും, എത്ര സമയം എടുക്കും, ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ എനിക്ക് ചാർജ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ എങ്ങനെ പിന്നെ ഓടാൻ പറ്റും? ഇതൊക്കെ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ 2 തരം ചാർജിങ് അല്ലെങ്കിൽ ചാർജേഴ്സ് ഉണ്ട്. ഒന്ന് AC ചാർജർ എന്ന് പറയും. നമ്മുടെ വീട്ടിൽ പ്ലഗിൽ നിന്ന് കുത്താനുള്ള ഒരു ചാർജിങ് സിസ്റ്റത്തിനെയാണ് AC ചാർജർ എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക് ഓട്ടോയിലുള്ള ചാർജർ ഉണ്ടാവും. ഈ ചാർജറിന്റെ പ്ലഗ് എടുത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു 16 ആംപ്സ് പ്ലഗ് സോക്കറ്റിൽ കുത്തുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഓട്ടോ ചാർജ് ചെയ്യാൻ പറ്റും. ഐക്കോണിന്റെ 1.2 കിലോവാട്ടിന്റെ ചാർജറാണ്. അതിൽ 5 മണിക്കൂർ തുടങ്ങിയിട്ട് 5 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് ഒരു ഓട്ടോയിലുള്ള ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇത് AC ചാർജറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ DC ചാർജർ ഓപ്ഷൻ പല ഓട്ടോകളിലും ഉണ്ടാവും. ഐക്കോണിലോ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. DC ചാർജർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളതാണ്. നമ്മളിപ്പം വീട്ടിലിട്ട് 6 മണിക്കൂർ ചാർജ് ചെയ്യുന്നതിന് പകരം 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് DC ചാർജർ. പക്ഷെ അതിന്റെ ആ ചാർജർ നമ്മൾ വണ്ടിയുടെ കൂടെ കൊടുക്കുന്നില്ല. അത് ഡീലർ പോയിന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പല എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ പെട്രോൾ പമ്പ്സ് അവിടെ എല്ലാം ഈ ചാർജേഴ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. ഈ ഓട്ടോയ്ക്ക് മാത്രമുള്ള ഒരു DC ചാർജറാണ്. അതിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 2 മണിക്കൂറിന് പകരം 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോമീറ്ററിന് പകരം 100 കിലോമീറ്ററിൽ ഓടും.
അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ഓടാം. അപ്പോൾ ഇങ്ങനത്തെ അതല്ലാണ്ട് നമ്മൾ ഒരു വട്ടം ചാർജ് ചെയ്ത് അത് ഫുൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. 10 മിനിറ്റ് ചാർജ് ചെയ്യുക, അത്രയും കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ ഓടാം. അപ്പം നമുക്ക് എവിടെയെങ്കിലും എത്തി ഒരു കുറച്ച് സമയം ചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ച് ചാർജ് കൊണ്ട് നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് അത് ഫുൾ ചാർജ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദിവസം ഓടുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഒരു ഓട്ടോ ഡ്രൈവർക്ക് ക്ഷീണം ഉണ്ടാകുന്നത്? പലപ്പോഴും നമുക്ക് കാണാം, പല ഓട്ടോ ഡ്രൈവറും വളരെ ക്ഷീണിച്ചാണ് ഇരിക്കാറ് ഈ ഉച്ചതിരിഞ്ഞാകുമ്പോഴേക്കും. അതുകൊണ്ടുള്ള മെയിൻ കാരണം നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വളരെയധികം, ഇലക്ട്രിക് ഓട്ടോയ്ക്കല്ല സാധാരണ ഡീസൽ ഓട്ടോയ്ക്ക് വളരെയധികം വൈബ്രേഷൻ ഉണ്ട്. കാരണം ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ ശബ്ദവും അതിൻ്റെ വൈബ്രേഷനും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്മോക്ക്. നമുക്ക് പലപ്പോഴും ഓട്ടോ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. അപ്പൊ ഇതിനുള്ളിൽ ഡീസലിൽ നിന്നുള്ള പുകയും അതിന്റെ സ്മെല്ലും എല്ലാം അകത്തേക്ക് വരും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു 100 കിലോമീറ്റർ എത്തുമ്പോഴേക്കും ആ ഡ്രൈവറിന് ക്ഷീണം വളരെ കൂടുതലാണ് ഉണ്ടാവുക. അതേസമയം ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വൈബ്രേഷനും ഉണ്ടാവില്ല, പുകയും ഇല്ല, വേറെ ശബ്ദവും ഇല്ല. നമ്മൾ വിചാരിക്കും ശബ്ദം ഇത്രയധികം ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളത്. തീർച്ചയായും അതിന്റെ ഡെസിബിൾ വളരെ കൂടുതലാണ് ഇലക്ട്രിക് ഓട്ടോ, ഈ ഡീസൽ എഞ്ചിൻ ഓട്ടോകളുടെ. അപ്പൊ അത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതാണ്. കാലത്ത് തുടങ്ങിയിട്ട് ഒരു 10 മണിക്കൂറോളം, ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കണ്ടിന്യൂസ് ഓടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷീണം ഉണ്ടാക്കും. അതൊന്നും ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആക്ച്വലി അതൊന്ന് കൂടുതൽ കിലോമീറ്റർ ഓടിക്കാനുള്ള ഒരു ഉന്മേഷം കൂടി ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കിട്ടുന്നുള്ളതാണ്. ഓട്ടം കൂടുതൽ കിട്ടുവാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്? ഞാൻ പല ഓട്ടോ ഡ്രൈവർമാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരവിടെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു 30-40%, 50% ക്യൂവിൽ നിന്ന് സമയം കളയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കോവിഡിന് ശേഷം ഒത്തിരിയധികം ബിസിനസ്സുകൾ ചെയ്യുന്ന വർക്കിംഗ് പാറ്റേൺ തന്നെ മാറിപ്പോയി. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇപ്പൊ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് വർക്ക് ചെയ്തിരുന്ന ഓഫീസ് ഇന്ന് കാലിയാണ്. അതിൽ സ്കെൽറ്റൻ സ്റ്റാഫ് മാത്രമാണ് ഓഫീസിലുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം. ഈ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ട് നമുക്ക് ഓട്ടോ ഡ്രൈവർമാർക്കും യൂസ് ചെയ്ത് നമ്മളിന്ന് സ്റ്റാൻഡിൽ പോയി നിൽക്കണം. നമ്മൾ നല്ലൊരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ തേടി ആൾക്കാർ എത്തും. വർക്ക് ഫ്രം ഹോം എന്നുദ്ദേശിച്ചത് നമുക്ക് ഒരു മൊബൈല് എല്ലാ ഓട്ടോ ഡ്രൈവർമാരിലും ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ വണ്ടിയിൽ എഴുതി വെക്കുകയും ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യുകയും പുറത്ത് ഡിസ്പ്ലേ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ പലപ്പോഴും ആരും ആ നമ്പർ പറഞ്ഞു കൊടുക്കുക തന്നെ ഇല്ല, അല്ലെങ്കിൽ ഈ ഓട്ടോയുടെ എവിടെയെങ്കിലും മൂലയിൽ വളരെ ചെറിയൊരു നമ്പറായിട്ട് എഴുതി വയ്ക്കും. ഒരാൾക്കൊരു അത്യാവശ്യം ഓട്ടോ വിളിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയി വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ നമ്പർ വലുതാക്കി എഴുതി വെച്ച് നിങ്ങളൊരു ഫോട്ടോ അതിന്റെ സൈഡിൽ ഒട്ടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എഴുതി വയ്ക്കുക, എപ്പോൾ ഓട്ടോ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ വരുന്നതാണ്. രണ്ടാമത്തെ, കസ്റ്റമറിനോട് സന്തോഷത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നതാണ്. അത് വളരെ ആവശ്യം. നമ്മൾ പലപ്പോഴും നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോന്നുള്ള മനോഭാവം മാറ്റി നിങ്ങൾ എൻ്റെ കസ്റ്റമറാണ്, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നുള്ളൊരു മനസ്സിലാക്കി, അല്ലെ നിങ്ങളെ ബന്ധു മിത്രാദികളാണ് നിങ്ങൾ ഈ ഓട്ടോയിൽ കയറുന്നുള്ള കണക്കാക്കിയിട്ട് ഓടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് വളരെ സന്തോഷം ഉണ്ടാവും. അങ്ങനെ സന്തോഷം ജനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കസ്റ്റമർ അടുത്തോട്ടം നിങ്ങളുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് നിങ്ങൾ തന്നെ താല്പര്യം. ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനത്തെ ഉണ്ട്. കാരണം റെഗുലറായിട്ട് ഒരേ ഓട്ടോ ഡ്രൈവറിനെ വിളിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഒരു ഹിൽ ഗാർഡൻ കോളനി തൃശ്ശൂരിലാണ്. അവിടുത്തെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, 3-4 ഓട്ടോ ഡ്രൈവർ മാത്രമേ വിളിക്കുള്ളൂ അവിടുത്തെ വീട്ടുകാരെല്ലാം. അപ്പൊ അവരെല്ലാം നമ്പറുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കോളുകൾ കിട്ടും. നിങ്ങൾക്ക് ഓട്ടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഓട്ടം പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് വേറെ ബിസിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ 5 കിലോമീറ്ററിനുള്ളിൽ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിൽ നിങ്ങളൊരു നമ്പറും നിങ്ങളുടെ പേരും വെച്ചിട്ട് ഒരു കാർഡ് പ്രിന്റ് ചെയ്തിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നിങ്ങളെ വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഫോൺ വഴി തന്നെ ധാരാളം ട്രിപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കും. കാരണം നിങ്ങൾ ഒരു 40% സമയം വെറുതെ കാത്തുനിന്ന് കളയണതിന് പകരം അത് കൂടി കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം 150 കിലോമീറ്റർ ഓടാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ 30,000 വരുമാനം പറയണത് 100 കിലോമീറ്റർ വെച്ചാണ്. അത് 150 കിലോമീറ്റർ ആയാൽ 45,000 തുടങ്ങിയിട്ട് 50,000 രൂപയോളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.
അത് വലിയൊരു ചേഞ്ച് ആണ്. അപ്പോൾ ഒരു ദിവസം 50 കിലോമീറ്റർ എക്സ്ട്രാ ഓടാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനൊരു ട്രെയിനിങ് പ്രോഗ്രാമും ഒരു ഇതും ഹൈക്കോൺ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഒരു ദിവസത്തെ കിലോമീറ്റർ 80 വെച്ചിട്ടുണ്ടെങ്കിൽ അത് 50% കൂടി കൂട്ടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോ നമ്മൾ ഡീലർ വഴി എടുക്കുമ്പോൾ ഇതിനും കൂടിയും ഒരു ട്രെയിനിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോയിൽ മൈലേജ് കൂട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ സാധാരണ ഇലക്ട്രിക് ഓട്ടോയുടെ ഏത് ഇലക്ട്രിക് ഓട്ടോയായാലും, ഇലക്ട്രിക് ഓട്ടോ ഒന്നല്ല, ഏത് വണ്ടികളായാലും അതിനൊരു ഒപ്റ്റിമം സ്പീഡ് ഉണ്ട്. ആ ഒപ്റ്റിമം സ്പീഡിലായിരിക്കും അതിന് കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ കൂടുതൽ റണ്ണിങ് കിലോമീറ്റർ. ഡീസൽ ആയാലും ശരി, ഇലക്ട്രിക് ആയാലും ശരി. ഹൈക്കോണിന്റെ ഇലക്ട്രിക്കോടെ ഒപ്റ്റിമം സ്പീഡ്, കൂടുതൽ മൈലേജ് കിട്ടാനുള്ള സ്പീഡ് എന്ന് പറയുന്നത് 30 to 34 കിലോമീറ്റർ ആണ്. പിന്നത്തെ ഒരു കാര്യം, സാധാരണ ഡീസൽ ഓട്ടോയിൽ ഇല്ലാത്ത ഒരു ഫീച്ചറാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം. അത് ഇലക്ട്രിക് ഓട്ടോ ഹിറ്റോല്, ഐക്കോണിന്റെ ഹിറ്റോല് അത് ഉണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സ്പീഡിൽ പോവുകയോ അതല്ലെങ്കിൽ ഒരു ഇറക്കത്തോടെ പോവുകയാണെങ്കിൽ നമുക്ക് ആ സ്പീഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ആക്സിലറേറ്റ് കുറച്ചാൽ മതി. ആക്സിലറേറ്റ് കുറയ്ക്കുമ്പോൾ എന്തുണ്ടാവും? ആ മോട്ടറിന്റെ ഉള്ളിൽ എക്സസ് എനർജി വരുന്നത്. കാരണം ആക്സിലറേറ്റ് കൊടുക്കാതെ തന്നെ വണ്ടി ഇറക്കത്ത് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ എനർജി ഒരു ജനറേറ്ററായിട്ട് ഈ മോട്ടോർ മാറും ആ സമയത്ത്. അപ്പൊ ഈ എക്സസ് എനർജി തിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. അതിനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ബ്രേക്കിംഗ് പോലെ അപ്ലൈ ചെയ്യും. അപ്പൊ സാധാരണ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ സ്പീഡോമീറ്റർ, നമ്മൾ ആക്സിലേറ്റർ കുറച്ചാൽ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയും. സ്പീഡ് കുറയാൽ ഒരു ബ്രേക്കിംഗ് മെക്കാനിസം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഓട്ടോയിൽ, പ്രത്യേകിച്ച് ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ആക്സിലേറ്റർ കുറച്ച് ബ്രേക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പഠിച്ചത് തന്നെ അതിന്റെ മൈലേജ് കൂടുതൽ കിട്ടാൻ. പിന്നെ ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ അതിന്റെ മൈലേജ് എന്ന് പറയുന്നത് അതിന്റെ ലോഡിനനുസരിച്ചാണ്. നമ്മൾ ഒരാളെ കൂട്ടുമ്പോൾ ഒരു 15 to 16 കിലോമീറ്ററോളം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരാള് വെച്ച് ഓടിക്കുന്നതിന് പകരം 3 പേരെ വെച്ച് ഓടിക്കുമ്പോൾ ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്ററോളം നമുക്ക് അതിന്റെ യാത്രയിൽ മൈലേജിൽ കുറവ് വരും. അത് പക്ഷെ ഞാൻ ഈ ഓട്ടോ ഡ്രൈവർമാരെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 80% ഓട്ടം 3 പേരിന് താഴെയുള്ളവരാണ്. അതിലൊരു 40-50% ഓട്ടം കേരളത്തിൽ ഒരു പാസഞ്ചർ വെച്ചിട്ടാണ്. ഇപ്പൊ എന്തായാലും പിന്നെയുള്ള ഒരു 30-40% 2 പാസഞ്ചർ ഉണ്ടാവും. 3 പാസഞ്ചർ വെച്ച് അതിൽ കൂടുതൽ വെച്ച് പോകുന്നത് വളരെ കുറവാണ്. അപ്പൊ എന്തായാലും കിലോമീറ്റർ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് കിട്ടാനായിട്ട് ഒരു വിഷമമൊന്നുമില്ല. ഇലക്ട്രിക് ഓട്ടോയുടെ വാറണ്ടി എത്രയാണ്? പല കമ്പനികളും പല വാറണ്ടിയാണ് കൊടുക്കുന്നത്. അതില് ഐക്കോൺ കൊടുക്കുന്ന വാറണ്ടി 40 മാസമാണ്. 3 കൊല്ലവും 4 മാസവും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. 85,000 കിലോമീറ്റർ ആണ്. അപ്പൊ ഏതാണ് ആദ്യം കവർ ചെയ്യുന്നത് അതാണ് വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത്. ഈ വാറണ്ടി പീരീഡിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇതെല്ലാം കവേർഡ് ആണ്. ഇതിന്റെ ബാറ്ററിയും മോട്ടറും കൺട്രോളറും എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതിന് വേറെ അഡീഷണൽ ചെലവുകൾ വേറെ ഒന്നും വരുന്നതല്ല. ഇലക്ട്രിക് ഓട്ടോയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ഓട്ടോയുടെ പോലെ ചേസീസും അതിന്റെ ടയേഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്ന എഞ്ചിന് പകരം നമുക്കിവിടെ കാരണം ഒരു മോട്ടറാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 3 ഫേസ് മോട്ടർ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫേസ് മോട്ടറാണ്. ഹൈ എഫിഷ്യന്റ് മോട്ടറാണ് ഇതിന് 3 ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ 3 ഫേസ് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാറ്ററി ഉണ്ട്. നമ്മുടെ വീടുകളിലെല്ലാം പലർക്കും വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ വഴി AC ഉണ്ടാക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഈ ബാറ്ററി വഴി കൺട്രോളർ എന്ന് പറയുന്നത് 3 ഫേസ് ഇൻവെർട്ടർ ആണ്. ആ 3 ഫേസ് ഇൻവെർട്ടർ വെച്ച് ഈ മോട്ടർ ഓടിക്കുന്നു. ഈ മോട്ടർ ഓടിച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഈ മോട്ടറിന്റെ കണക്ഷൻ പോകുന്നത് ഡിഫറൻഷ്യൽക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിന്നാണ് ഇതിന്റെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ സ്പീഡെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ വഴിയാണ്. പിന്നെ ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോയിൽ 2 ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ബാറ്ററി മാറ്റി വെച്ചത് തന്നെ ഒരു 100 കിലോമീറ്റർ ഒരു ബാറ്ററിയിൽ ഓടും. ഡീസൽ ഓട്ടോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം മെയിൻ്റനൻസ് ആണ് വേണ്ടി വരുന്നത്?
ഡീസൽ ഓട്ടോയെ പോലെ എൻജിനോ ഗിയറോ അതേപോലെ ഗിയർ ഓയിലോ ഫിൽറ്ററോ ആക്സിലറേറ്റർ കേബിളോ ക്ലച്ച് കേബിളോ ഒന്നും തന്നെ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ്റനൻസ് ഈ പറഞ്ഞ സാധനങ്ങൾക്കാണ് മെയിൻ്റനൻസ് നോർമലി വരുന്നത്. ഇതൊന്നും ഇലക്ട്രിക് ഓട്ടോയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഫ്രീ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ സർവീസ് 2000 കിലോമീറ്റർ ഓടി വരുമ്പോൾ നമ്മളൊരു സർവീസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലാണ്. തേർഡ് സർവീസ് 10000 കിലോമീറ്ററിലാണ്. കേരള സംസ്ഥാന ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രകാരം ഇലക്ട്രിക് ഓട്ടോയ്ക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഗവൺമെന്റ് നൽകുന്നത്? ഒരു ഇലക്ട്രിക് ഓട്ടോ ഇപ്പൊ ഇന്ന് ഓൾ ഓവർ വേൾഡ്, രാജ്യമെമ്പാടും മാത്രമല്ല ലോകമെമ്പാടും ഇലക്ട്രിക് വണ്ടികൾക്ക് പ്രധാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്നാമത്തത് അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. റണ്ണിങ് കിലോമീറ്റർ കോസ്റ്റ് വളരെ കുറവാണ്. ഇതിനെല്ലാം ഉപരി അതിൽ നിന്ന് പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇതൊരു സുനാമി പോലെ എല്ലാ സെക്ടറിലും ഇലക്ട്രിക് വെഹിക്കിൾ വന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മൾ ആദ്യം വിചാരിച്ച് ഇന്ത്യയിലെല്ലാം ഇലക്ട്രിക് വെഹിക്കിൾ വരാൻ അടുത്ത 10 വർഷം 15 വർഷം എടുക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ മൊബൈൽ വന്ന പോലെ തന്നെ ഒരു സുനാമി പോലെ ഇലക്ട്രിക് വെഹിക്കിൾ യുഗം തുറന്നു വരികയാണ്. ഇതിന്റെ ഒരു 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ സക്സസ് ആവാണ്ടിരിക്കുന്നതിന്റെ ഒരു റീസൺ. ഒന്ന്, ഇതിന്റെ കോസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു കാറായാലും ഇലക്ട്രിക് ഓട്ടോ ആയാലും ശരി, സാധാരണ കൺവെൻഷണൽ വണ്ടികളെയും വിട്ടിട്ട് ഒരു 20% 30% കൂടുതലാണ് ഇതിന്റെ വില. കാറിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 50% കൂടുതലാണ്. അതിന്റെ ഒരു കാര്യം, ഒരു ഇലക്ട്രിക് വണ്ടികളിൽ അതിന്റെ വലിയൊരു കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററിയാണ്. 40% കോസ്റ്റ് വരുന്നത് അതിന്റെ ബാറ്ററിയാണ്. പക്ഷെ നമ്മൾ 4-5 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം ശരാശരി 5 മുതൽ 10% ബാറ്ററിയുടെ വില കുറയുന്നുണ്ട്. സെല്ല് ഉണ്ടാക്കുന്നതിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാസ് വോളിയം വരുന്നതോടുകൂടി ഇതിന്റെ വില കുറയുകയും അടുത്ത 2-3 വർഷത്തിനുള്ളിൽ സാധാരണ വണ്ടിയുടെയും അല്ലെങ്കിൽ അറ്റ്പാറായി ഇലക്ട്രിക് വെഹിക്കിളിന്റെ വില വരും എന്നുള്ളതാണ്. 5 വർഷത്തിനുള്ളിൽ സാധാരണ വണ്ടി ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിളിനേലും വില കുറഞ്ഞിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ. അതേപോലെയാണ്, അത്രയും മാസ് വോളിയത്തിലേക്കാണ് ഈ വണ്ടികളെല്ലാം പോകുന്നത്. അപ്പൊ നിങ്ങളും അതിന്റെ മുന്നോടിയായി മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കുറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റും ഇലക്ട്രിക് വെഹിക്കിളിന് കുറെ പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എവിടെയും ഓടാൻ പെർമിറ്റ് ആവശ്യമില്ല. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിക്കും. മറ്റേത് ഒരു ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോ ഓപ്പറേഷൻ ലിമിറ്റിൽ ഓടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തുടങ്ങി 3.5 ലക്ഷം 4 ലക്ഷം വരെ പെർമിറ്റിന് ചെലവാക്കണം. ഇത് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് പെർമിറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സാധാരണ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്കുള്ള ഏറ്റവും വലിയൊരു കൺസേൺ, ഞങ്ങൾ പൈസ അടയ്ക്കുന്നു, ഇലക്ട്രിക് ഓട്ടോയ്ക്ക് പൈസ കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് അവരുടെ വലിയൊരു കൺസേൺ. അപ്പൊ അതൊരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ഇലക്ട്രിക് ഓട്ടോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ നമ്മൾ എത്രയും കണക്കിലെടുത്ത് അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിന് റോഡ് ടാക്സ് ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി 30,000 രൂപ ഒരു ഇലക്ട്രിക് ഓട്ടോ വാങ്ങിച്ച ഡ്രൈവറിന് കിട്ടും. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന പ്രത്യേക KSEB കണക്ഷൻ എടുക്കുകയാണെങ്കിൽ യൂണിറ്റിന് 5 രൂപ കൊടുക്കണ്ടോ. നമ്മൾ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാനുള്ള പ്രത്യേക കണക്ഷൻ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ 8 രൂപ 9 രൂപ എന്നുള്ള കണക്കിൽ നിന്ന് 5 രൂപയിലേക്ക് കുറയും. അങ്ങനെ 5 രൂപയിലേക്ക് കുറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 കിലോമീറ്റർ ഓടുന്ന ചെലവ് നമ്മൾ 25 പൈസയായി മാറും. നമ്മൾ 10 രൂപ അല്ലെങ്കിൽ 8 രൂപ വെച്ച് കണക്കാക്കുമ്പോഴാണ് അത് 50 പൈസയിലേക്ക് എത്തുന്നത്. അത് 5 രൂപയിലേക്ക് കുറയുകയാണെങ്കിൽ, അപ്പൊ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ്, നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോ വാങ്ങിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് മീറ്റർ വെച്ച് ഒരു KSEB നിങ്ങളുടെ വീട്ടിൽ ചാർജ് 5 രൂപയുടെ മേലെയാണെങ്കിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അതിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയധികം ബെനിഫിറ്റുകൾ നമുക്ക് ഗവൺമെന്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ KFC വഴി ലോണും കൊടുക്കുന്നുണ്ട്. സബ്സിഡൈസ്ഡ് റേറ്റിൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം വളരെ സൗകര്യപ്രദമാണ് ഇത് ഓടിക്കാനായിട്ട്. ഗിയറില്ലാത്തത് തന്നെ ആർക്ക് വേണമെങ്കിലും അനാവശ്യം ഓടിക്കാം. നമ്മൾ
റിവേഴ്സിലേക്ക് പോകാനായിട്ട് ഒരു സ്വിച്ച് മാത്രമാണ്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകണു, അടുത്ത സ്വിച്ച് ഇട്ടാൽ ന്യൂട്രൽ മുന്നിലോട്ട് പോകാൻ. അപ്പൊ വേറെ വിഷമകരമായ ഒരു സംഗതിയും ഇതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ലേഡീസിന്, വനിതകൾക്ക് ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇതൊരു ഉപജീവന മാർഗമാക്കാൻ യാതൊരു വിഷമമില്ലാത്തൊരു മേഖലയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ഓട്ടോ. ഇലക്ട്രിക് ഓട്ടോകളെ കുറിച്ച് സാധാരണ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണുള്ളത്. ഞാൻ ഈ പലപ്പോഴും ഇവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്തപ്പോൾ, ഈ ഡ്രൈവർമാർ, ഇപ്പം എക്സിസ്റ്റിംഗ് ഓട്ടോ ഡ്രൈവർമാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു 60%-70% ആൾക്കാർക്കും കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് ഓട്ടോനെ പറ്റിയിട്ട്, പക്ഷെ ഒന്നും അറിയുന്നില്ല. പിന്നെയുള്ള ഒരു 20% ആൾക്ക് വളരെയധികം തെറ്റിദ്ധാരണകൾ ഇലക്ട്രിക് ഓട്ടോനെ പറ്റിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് ഓടിച്ചിട്ടില്ല, അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് എഴുതാൻ കാരണം. പലരുടെയും വിചാരം ഇലക്ട്രിക് ഓട്ടോ 50 തുടങ്ങിയിട്ട് 80 കിലോമീറ്റർ വരെ കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് ചാർജ് ചെയ്യണം, ചാർജിങ് പോയിന്റ് ഇല്ലാത്ത കാരണം അത് ബുദ്ധിമുട്ടല്ലേ, പിന്നെ എങ്ങനെ ഓടും. അപ്പോൾ ഒരു ദിവസം 150 കിലോമീറ്റർ ഓടാൻ പറ്റും. ഇപ്പോൾ തീർച്ചയായിട്ടും ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോ 150 കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഓടാൻ യാതൊരു വിഷമവുമില്ല. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഓട്ടോയിൽ 50 കിലോമീറ്ററിന് മുകളിൽ സ്പീഡ് കിട്ടും. പലപ്പോഴും വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് പോകുന്നത് കണ്ടാണ്. അത് സ്പീഡ് കിട്ടാത്തത് അതിന് പവർ ഇല്ലാത്തതുകൊണ്ടാണോ സ്പീഡ് ഇല്ലാത്തതെന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ടായി. തീർച്ചയായിട്ടും ഐക്കോണിന്റെ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് 60 കിലോമീറ്റർ സ്പീഡ് വരെ പോകാം. അത് പവർ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അത്രയും പവറുള്ള മോട്ടറാണ് ഇരിക്കുന്നത്. 60 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് കിട്ടും. ബാറ്ററിയുടെ ആയുസ് എത്ര കാലം ഉണ്ടാവും? ബാറ്ററി പെട്ടെന്ന് കഴിയുമോ? കാരണം നമുക്ക് 3 വർഷത്തിന് മേലെ തന്നെ ബാറ്ററിയുടെ വാറണ്ടി തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ലൈഫ് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടാൻ പറ്റും. ബാറ്ററിയുടെ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന പോലെയാണ്. നമ്മൾ തുടക്കത്തിൽ വാങ്ങിക്കുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, ഓരോ കൊല്ലം കഴിയും തോറും അത് 10% വെച്ചിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഓട്ടോയുടെ ബാറ്ററി. ഒരു ഉപയോഗിക്കുന്നത് അനുസരിച്ച് ഓരോ കൊല്ലത്തിലും അതിന്റെ ഒരു 10% കുറയും. എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഓടുന്നിടത്ത് അത് 90 കിലോമീറ്റർ ആയും ഒരു കൊല്ലം കഴിയുമ്പോൾ, പിന്നത്തെ ഒരു കൊല്ലം കൊണ്ട് 50 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ കുറഞ്ഞ് മാത്രമേ വരികയുള്ളൂ. അല്ലാണ്ട് ബാറ്ററി പെട്ടെന്ന് ആക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇത് സ്ക്രാപ്പ് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്താൽ അതിനൊരു വില കിട്ടും. സാധാരണ ബാറ്ററി കിട്ടണമെങ്കിലും വില ഇതിന് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. കാരണം ഇത് വേറൊരു ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ബാറ്ററി കഴിയുന്നില്ല. ഈ ഓട്ടോ ഡീസൽ എഞ്ചിൻ ഓട്ടോ പോലെ കയറാൻ സാധിക്കുമോ? അത് പലരുടെ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം കാണുമ്പോൾ വളരെ ചെറിയൊരു വണ്ടിയാണ്, വളരെ ലൈറ്റ് വെയിറ്റർ ആണ്, പക്ഷെ അത് കയറ്റം കയറുമോ? തീർച്ചയായിട്ടും ഈ കയറ്റം കയറുന്നത് അതിന്റെ മോട്ടറിന്റെ പവർ അനുസരിച്ചാണ്. ഇലക്ട്രിക് ഓട്ടോയിൽ 2 കിലോ വാട്ട് തുടങ്ങിയിട്ട് 5 കിലോ വാട്ട് വരെ പല കമ്പനികളിലും ഉണ്ട്. അതിനിപ്പോൾ 2 കിലോ വാട്ട് വാങ്ങിച്ചാൽ കയറ്റം കയറാൻ തീർച്ചയായിട്ടും സാധിക്കാൻ വളരെ കുറവാണ്. ഐക്കോണിൽ ഉപയോഗിക്കുന്നത് 4 കിലോ വാട്ട് മോട്ടറാണ്. അതിന്റെ പീക്ക് പവർ 9 കിലോ വാട്ടിന് മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കയറ്റവും അനായാസം കയറി പോകാൻ യാതൊരു വിഷമവുമില്ല. ഈ ഐക്കോണിന്റെ ഇനി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്കോ മോഡും പവർ മോഡും ഉണ്ട്. ആ പവർ മോഡിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 കിലോമീറ്റർ ഫാസ്റ്റ് ആയിട്ട് പോകാം. അല്ല, നമ്മളൊരു വല്ലാത്തൊരു കയറ്റത്തിന്റെ അവിടെ വെച്ചെത്തി അവിടെ വെച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മോഡ് മാറ്റാൻ ഒരു സ്വിച്ചാണ്. മോഡ് മാറ്റാൻ പവർ മോഡും ഉണ്ട്, എക്കോ മോഡും ഉണ്ട്. ഇലക്ട്രിക് ഓട്ടോകളെ കുറിച്ച് സാധാരണ വേറെ തെറ്റിദ്ധാരണ ഉള്ളത്, റീസെയിൽ വാല്യൂ കിട്ടുമോ ഇല്ലയോ, വിൽക്കുമ്പോൾ എന്തെങ്കിലും വില കിട്ടുമോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40% അതിന്റെ ബാറ്ററിയുടെ കോസ്റ്റാണ്. ബാക്കിയുള്ള പാർട്സിന് ഒന്നും മെയിൻ്റനൻസ് ആവശ്യമില്ല. നമ്മൾ ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 60,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഡീസൽ എഞ്ചിൻ പണിയാവും. ഇവിടെ മോട്ടറാണ്. നമുക്ക് മോട്ടറിന് യാതൊരു ലക്ഷക്കണക്കിന് കിലോമീറ്റർ ആ മോട്ടർ വർക്ക് ചെയ്യും. യാതൊരു കുഴപ്പമില്ല. നമ്മളെല്ലാം വീടുകളിൽ പലർക്കും മോട്ടർ സുപരിചിതമാണ്. അപ്പൊ മോട്ടറിന് കൊല്ലങ്ങളോളം ലൈഫ് ഉള്ളതാണ്. അതിന് മെയിൻ്റനൻസ് വേറെ ഒന്നും വരുന്നില്ല. കൺട്രോളറിനും വേറെ ഇതില്ല. അതുകൊണ്ട് ബാറ്ററിയുടെ കാര്യം എടുത്ത് മാറ്റിവെച്ചാൽ നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടാൻ യാതൊരു വിഷമമില്ല. കാരണം ഒരു പുതിയ ബാറ്ററിയിലേക്ക് മാറ്റിവെച്ചാൽ തന്നെ അത് പുതിയ ഓട്ടോ പോലെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് റീസെയിൽ വാല്യൂ ഉണ്ടാവുന്നതാണ്. ഇപ്പൊ തുടക്കത്തിൽ പലർക്കും സംശയം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് ഹൈക്കോണിന്റെ ഒരു ഓട്ടോയുടെ പുതിയത് ലോഞ്ച് ചെയ്യാണ്. ഇതിപ്പോ
ആദ്യത്തെ ലോഞ്ച് നാളെയാണ് നടക്കാൻ പോകുന്നത്. തൃശ്ശൂരാണ് ഫസ്റ്റ് ഡീലർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഐക്കോണിന്റെ ഹിറ്റോടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് വളരെ കൂടുതലാണ്. ഈ വെയിറ്റിന്റെ റീസൺ, നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അധികം ഓട്ടോ ഡ്രൈവേഴ്സും പ്രിഫർ ചെയ്തിട്ടുള്ളത് മെറ്റൽ ബോഡിയാണ്. അതെന്താന്നുള്ളത് ഞാൻ ചോദിച്ചു. കാരണം ഫൈബർ ആയാലും ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പൊ നമുക്ക് കൂടുതൽ കിലോമീറ്റർ ഓടാൻ പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾ മെറ്റൽ ബോഡിയിലേക്ക് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഏത് വർഷാപ്പേ കൊണ്ട് അത് ടിങ്കർ ചെയ്യാൻ പറ്റും, അത് വളരെ ചെലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഫൈബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് അങ്ങനെ തന്നെ മാറ്റണം. പക്ഷെ അത് ആ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളത് മെറ്റൽ ബോഡിയിലേക്ക് പോകാൻ കാരണം. ഇതിന്റെ വെയിറ്റ് 474 കിലോ ആണ്. ഈ നമ്മുടെ വണ്ടിക്കുള്ള സാധാരണ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അതിന് വളരെ ചെറുതാണ്, 325 കിലോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഈ ചാട്ടം കൂടുതലാണോ ഒരു കംപ്ലൈന്റ് ഫൈബർ ബോഡി ഉള്ള വണ്ടിക്ക്. ഇതിൽ അത് ഉണ്ടാവുന്നതല്ല. ഇതാണ് ഇതിന്റെ മോട്ടർ വരുന്നത്. സാധാരണ മോട്ടോർ പോലെയാണ് ഇത്. AC മോട്ടോർ ആണ്. ഇത് 3 ഫേസ് AC മോട്ടറാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഡ്രൈവിംഗ് റേഞ്ച് നമുക്ക് പറയാം. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പിക്കപ്പ് ഉള്ള ഒരു മോഡലാണ്. പവർ മോഡൽ എടുത്ത് നമ്മൾ ഓടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പിക്കപ്പ് ആണ്. ടോപ്പ് സ്പീഡ് 60 കിലോമീറ്റർ ഓൾറെഡി പറഞ്ഞിട്ടാണ്. ഡ്രൈവിംഗ് റേഞ്ച് 200 കിലോമീറ്ററോളം കിട്ടുന്നുള്ളതാണ്. ഇതൊരു പ്രത്യേക ഫങ്ഷനുള്ളതാണ്. ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്ന് പറയും. നമ്മളൊരു കയറ്റത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ക്ലച്ചും ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ബ്രേക്ക് കയറ്റത്ത് പോയി ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ തന്നെ അത് ബാക്കോട്ട് പോവില്ല. നമ്മൾ അത് ബ്രേക്ക് പോലെ അത് അവിടെ ആക്ട് ചെയ്ത് അവിടെ വണ്ടി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് വനിതകൾക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാന്ന് പറയുന്നതിന്റെ ഒരു റീസൺ. അപ്പൊ ഇതിന്റെ ഗ്രേഡബിലിറ്റി, നമ്മൾ എത്ര വല്ല കയറ്റം കയറും, നമുക്ക് 18% ഉള്ള കയറ്റം പോലും ഇത് അനായാസം കയറി പോകുന്നതാണ്. ഇതിന്റെ ബാറ്ററി ഐക്കോൺ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററി ആണത്. ഇതിന് കിലോ വാട്ട് എന്ന് പറയുന്നത് 9.2 കിലോ വാട്ട് ആണ്. ഇതൊരു ബാറ്ററിയാണ്. ഇതേപോലത്തെ 2 ബാറ്ററിയാണ് ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ ഉള്ളത്. ഇത് എമർജൻസി കേസിൽ ഒരു ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിയത് തന്നെ മറ്റേ ബാറ്ററി അത് ഓടിക്കുള്ളൂ. അത് മാറ്റി നമുക്ക് റിപ്പയർ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ തന്നെ അത് കണക്കാക്കിയിട്ടാണ് 2 ബാറ്ററി മോഡൽ ഇനീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ കാരണം. ഇത് ചാർജിങ് ടൈം നോർമൽ വണ്ടിയിലുള്ള ചാർജർ വെച്ച് ഉപയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്കൂറോളം ചാർജിങ് ടൈം എടുക്കും. അതല്ലേ നമ്മൾ ഫാസ്റ്റ് ചാർജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഓൺ ബോർഡ്, ഞാൻ നേരത്തെ AC ചാർജറിനെ പറ്റി, ഇതാണ് AC ചാർജർ. ഇത് വണ്ടിയുടെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. പലർക്കും ഇത് വാട്ടർ പ്രൂഫ് ചാർജർ അല്ല. നമ്മൾ കയ്യിൽ പിടിച്ച് നമ്മൾ പുറത്ത് പോയി പ്ലഗിൽ കുത്തി കൊണ്ടുവരണം. ഇത് ഐക്കോണിന്റെ ചാർജർ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമ്മൾ വയർ മാത്രം എടുത്തിട്ട് നമുക്ക് പ്ലഗിൽ കൊടുക്കാൻ. ഈ വയർ ഓൾമോസ്റ്റ് ഒരു 5 മീറ്റർ ലെങ്ത് കിട്ടും. ഇത് വണ്ടിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ സാധാരണ AC 16 വാട്ട്സ് ഉള്ള 16 ആംപിയർ ഉള്ള ഒരു സോക്കറ്റിലേക്ക് കുത്താനും അവിടെ നിന്ന് 5 മീറ്ററിനുള്ളിലുള്ള ഏരിയയിൽ വണ്ടി നിർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജർ പോയിന്റ് അതിലേക്ക് കുത്തിയാൽ മതി. ഈ ബ്രേക്കിങ്ങും നമ്മുടെ ഷോക്ക് അബ്സോർബർ എല്ലാം സാധാരണ കൺവെൻഷണൽ ഓട്ടോയിലുള്ള സെയിം തന്നെയാണ്. അതിൽ വേറെ മാറ്റം ഒന്നുമില്ല. സൈഡ് ഡോർസ് ഇപ്പോഴുള്ള വണ്ടികളിൽ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ആണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സൈഡ് ഡോർ ഉണ്ടാവണം. അത് ഇതിനും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലോങ്ങർ വീൽ ബേസ് ആണ്, അതുകൊണ്ട് ഇന്റീരിയറിൽ കുറേ സ്പേഷ്യസ് ആണ്. ഇതിന്റെ സൈഡിലാണ് നമ്മളൊരു ഡീസൽ തുറക്കുന്ന പോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കപ്പാണ്. അത് തുറന്നിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ ബാറ്ററിക്ക് മാത്രമല്ല വാറണ്ടി നമ്മളത് ഫുള്ള് വണ്ടിക്കാണ് കൊടുക്കുന്നത്. വാറണ്ടി 40 മാസം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. അത് ഏതാണ് ആവുന്നത് അതാണ് വാറണ്ടി കവറേജ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ലോഞ്ച് നാളെയാണ് നടക്കുന്നത്. ഇത് കല്യാൺ മോട്ടോഴ്സ്, മിസ്റ്റർ രാജു അതിൻ്റെ സാരഥിയാണ്. അദ്ദേഹമാണ് ഇലക്ട്രിക് ഓട്ടോയുടെ തൃശ്ശൂരും പാലക്കാടും ഡീലർഷിപ്പ് എടുത്തിട്ടുള്ളത്. നാളെ അതിന്റെ ഓപ്പണിംഗ് ആണ്. ഈ ഷോ മണ്ണുത്തി റോട്ടിലാണ് വരുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഈ ഷോറൂം ഇനാഗുറേഷൻ വേളയിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ഹൈക്കോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ പാൻ ഇന്ത്യ എടുത്തിട്ടുള്ളത് മാത്സ് വാല്യൂ ആണ്. മാത്സ് വാല്യൂ അതിന് ഫിനാൻസും റേഞ്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ. സോ ഇത് ഇത്രയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാം. അത് കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കഷൻ തീർച്ചയായിട്ടും ഐ വെൽക്കം യു ഓൾ. ഒരു വീഡിയോ കാണിക്കുന്നതാണ്. Introducing the most advanced electric three-wheeler, Hycon Hitto, Kerala's second e-auto rickshaw and first from the private sector. Powered by 10 kilowatt-hour Hycon lithium-ion battery, the highest capacity battery available in the market. Driving range of more than 200 kilometers on full charge. Best-in-class powerful motors with peak power of 9.5 kilowatts. Low maintenance, less than 10 paise per kilometer. Running cost of 50 paise per kilometer, including fuel cost and maintenance. Vibrationless and noise-free drive. Comfortable seating. Pollutionless and maintenance-free batteries. Hill Start Assist Control gives you great control when a vehicle is on an incline. Dual braking system. The only e-auto in the market to have an onboard AC charger. Digital speedometer. Spacious interiors. Regenerative braking systems. Bright LED lights at the rear. Long battery life of over 10 years. Fast charging capability. Change your choice of fuel. Go electric with Hycon Hitto. Hycon, powering the nation.